ഹായ് നമസ്കാരം. ലാലേട്ടൻ തരുൺമൂർത്തി തുടരും സിനിമയുടെ ഒരു സക്സസ് ട്രെയിലർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ നമ്മൾ കാണും, ചില പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണും. പക്ഷേ ചിലതൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെക്കും. കാരണം സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ചില സീൻ രംഗങ്ങളൊക്കെ അത് ട്രെയിലറിനകത്ത് കാണിക്കത്തില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ അത് പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിമ ഇറങ്ങി വിജയിച്ചതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അവരിപ്പം സക്സസ് ട്രെയിലർ അല്ലെങ്കിൽ ടീസർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറത്തിറക്കുന്നത്. എന്തായാലും ഒരു കിടിലൻ ഐറ്റം ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു. ഞാൻ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൈയടിച്ചിട്ടുള്ളൊരു സീനാണ്, ഒരു ഫൈറ്റ് സീൻ. ആ സീനകത്ത് ലാലേട്ടൻ ഒരു ഗ്ലാസ്സൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ ചാടി പുറത്തേക്ക് വരുന്നൊരു സാധനമുണ്ട്. അത് കിട്ടുമായിരുന്നു, അത് വേറെ ലെവലായിരുന്നു. ആ സാധനം പോസ്റ്റർ വെച്ചുകൊണ്ടാണ് ഇപ്പം ഇതിൻ്റെ ഒരു സക്സസ് ട്രെയിലർ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലാഗടിപ്പിക്കുന്നില്ല, ആ ഒരു ട്രെയിലർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. വണ്ടി കൊടുക്കാൻ പറ്റില്ല സാറേ, രാവിലെ പട്ടി ഷോ കാണിക്കാം. നിങ്ങൾ രാവിലെ 8 ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോറ് വലുതും പറ്റിയോ ബെൻസ്? കമ്പത്തേക്കറിയാൻ ദൂരല്ല ജോർജ് സാറേ. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. നിന്റെ ഒക്കെ കൂട്ടത്തോടെ പറഞ്ഞല്ലേ മറ്റാ വീട് കാട് കയറിയെന്ന്. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. ശരിക്കും നമ്മളെ ഈ സിനിമയിൽ ഞെട്ടിച്ച ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ജോസ് എന്ന് പറയുന്ന ആ ഒരു പോലീസ് ക്യാരക്ടറാണ്. നമ്മുടെ ആലപ്പുഴ സ്വദേശിയാണ് പുള്ളി ഈ ആർട്ട് ഫിലിമിൻ്റെ ഒക്കെ ഡയറക്ടറാണ്. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് പുള്ളി തകർത്താടി എന്നുള്ളത്. കാരണം പുള്ളി ചെയ്തിരിക്കുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടർ അത് വേറെ ലെവലായിരുന്നു കേട്ടോ. അത് ആ സിനിമ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മുടെ വിനു പപ്പുവിൻ്റെ ഒരു ക്യാരക്ടറും വിനു പപ്പുവിൻ്റെ ക്യാരക്ടറും പൊളിച്ചടുക്കി. ഫർഹാൻ ഫാസിൽ ഇതിനകത്തൊരു പോലീസുകാരൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം ശോഭന, അങ്ങനെ ആക്ടേഴ്സും ആക്ടർമാരൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിനൊന്നിന് ബെറ്റർ പെർഫോമൻസ് ആണ്. ഇതിനകത്ത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം 2.25 മണിക്കൂർ പുള്ളി ഇതിനകത്ത് അഴിഞ്ഞാടി എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഫാമിലി ഓഡിയൻസാണ് സിനിമ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റെടുത്തത്. കാരണം ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ആ സിനിമ നല്ലതായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുമ്പോഴാണ് ആ സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടാകുന്നത്. കാരണം ഒരു ഫാമിലി തിയേറ്ററിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അത് 5-6 പേര് ഒരുമിച്ചാണ് വരുന്നത്. അതല്ല നമ്മളിപ്പോൾ ഒരു നോർമൽ സിനിമ, ഒരു ഹൈപ്പ് കിട്ടിയ സിനിമ ആണെങ്കിലും അത് വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയത്തിലേക്ക് എത്തില്ല. എന്തായാലും ഈ ഒരു ട്രെയിലർ അത് കിടു ട്രെയിലർ. കാരണം ഇത് നമുക്ക് ഇതിനു മുമ്പ് ഈ ട്രെയിലർ ഇറക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് കാണിക്കാൻ പാടില്ലാത്ത സീനൊക്കെ ഉണ്ട്. അതിനകത്ത് ലാലേട്ടൻ ആ ഫൈറ്റ് സീനിൽ ആ ഗ്ലാസ് പൊളിച്ചിട്ട് ചാടി വരുന്ന സീനില്ലേ, അത് പൊള്ളിയാണ്. ആ ഒരു പിക്കാണ് ഇതിൻ്റെ തംബ്ലൈനായിട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സക്സസ് ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് അവരൊന്നുകൂടെ സിനിമ കാണണമെന്ന് തോന്നും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സിനിമയെക്കുറിച്ചിട്ട് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ കിടുവായിരുന്നു. അതുപോലെ തന്നെ ബി ജി എം ഒക്കെ സൂപ്പറായിരുന്നു. അവസാനം പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് ഈ സിനിമയ്ക്കകത്ത് ഇല്ലാതെ പോയത് അത് ലാലേട്ടൻ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റാതെ പോയ ഒരു നിരാശ എന്തായാലും ഉണ്ട്. എന്തായാലും സിനിമ നല്ല രീതിയിൽ മുന്നേറുന്നു. അപ്പം സക്സസ് ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും